നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അമ്മയുടെ ജനറൽ സെക്രട്ടറിയാകാൻ മത്സരിക്കാനിറങ്ങിയ ബാബുരാജ് നിന്ന നിൽപ്പിലെ ഓടിപ്പോയത് എന്തുകൊണ്ട്? താൻ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പോയിട്ട് ഇനി അമ്മയിൽ അംഗമാകാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജീവനം കൊണ്ടാണ് ബാബുരാജ് ഓടിയത്. മത്സരത്തിൽ നിന്നും എന്തുകൊണ്ട് ബാബുരാജ് പിന്മാറി എന്നുള്ള സൂചനകൾ ഇപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട സിനിമാ താരങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. ബാബുരാജ് മത്സരിച്ചാൽ ഒരുപക്ഷെ ജയിച്ചേക്കാമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കാൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും KB ഗണേഷ് കുമാറിനൊന്നും താല്പര്യമില്ല. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് പോലുള്ള ആളുകൾക്കും ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കാൻ താല്പര്യമില്ല. ബാബുരാജിൻ്റെ പൂർവ്വ പശ്ചാത്തലം കൊണ്ടാണ് തങ്ങൾക്ക് താല്പര്യമില്ലാത്തത് എന്നുള്ള തരത്തിലുള്ള സംസാരമാണത്രേ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനിടയിൽ സോളാർ കേസിലെ പ്രതിയായ സരിത നായർ ബാബുരാജിനെതിരെ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. സരിത നായർ തൻ്റെ ഫേസ്ബുക്കിൽ ബാബുരാജിനെതിരെ സാമ്പത്തിക അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത്. തനിക്ക് നൽകാൻ വേണ്ടി മോഹൻലാൽ ഏൽപ്പിച്ചിരുന്ന പണം ബാബുരാജ് സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ച് സ്വന്തം ബാധ്യതകൾ മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള ആരോപണമാണ് സരിത എസ് നായർ ഉയർത്തിയത്. ഇതേ തുടർന്ന് ബാബുരാജ് വലിയൊരു പ്രശ്നത്തിലായിരുന്നു. ഇനി മാറുകയില്ല, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം താൻ മത്സരിച്ച് നേടുമെന്ന് പ്രഖ്യാപിച്ച ബാബുരാജ് ഒരു സുപ്രഭാതത്തിൽ കണ്ണടച്ച് നിന്നെടുത്ത് നിന്നും ഓടുകയായിരുന്നു. സരിത നായരുടെ ആരോപണമാണ് അതിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. ആരാണ് സരിത നായരെ കൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണം ബാബുരാജിനെതിരെ ഉന്നയിപ്പിച്ചത്? അതും മറ്റാരുമല്ല, ആരാണോ ഉമ്മൻചാണ്ടിക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും സരിത നായരെ ഉപയോഗിച്ചത്, ആ വ്യക്തി തന്നെയാണ് ഇത്തവണ ബാബുരാജിനെതിരെയും സരിതയെ ഉപയോഗിച്ചതെന്നാണ് പറയപ്പെടുന്നത്. സരിത നായരെ ഉപയോഗിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉയർത്താൻ കഴിയുന്ന ഏക വ്യക്തി അദ്ദേഹമാണെന്നും അതുകൊണ്ട് തന്നെ ആ വ്യക്തി പറയുന്നത് കേട്ട് ചെയ്യുക മാത്രമാണ് സരിതയ്ക്ക് മുന്നിലുള്ള പോംവഴിയെന്നും പലരും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. സംഗതി മനസ്സിലായ ബാബുരാജ്, താൻ ആരോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് മനസ്സിലായ ബാബുരാജ് പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനവും വേണ്ട, അമ്മയുമായി യാതൊരു ബന്ധവുമില്ല, അമ്മയിൽ അംഗത്വവും വേണ്ട എന്ന് പറഞ്ഞ് ജീവനം കൊണ്ട് ഓടുകയായിരുന്നു. കാരണം ബാബുരാജ് നിസ്സാരക്കാരനല്ല. പഠിക്കുന്ന കാലത്ത് തന്നെ കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ പോയി പിന്നെ ആ കേസ് ഊരിപ്പോവുകയും അദ്ദേഹത്തെ വെറുതെ വിടുകയും പിന്നീട് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയും നല്ലൊരു അഭിഭാഷകൻ എന്ന രീതിയിൽ പേരെടുക്കുകയൊക്കെ ചെയ്ത ആളാണ് ബാബുരാജ്. അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് നിരവധി മികച്ച സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കുകയും തൻ്റെ അഭിനയശേഷി മലയാളികളെ കാണിക്കുകയും ചെയ്ത കഴിവുള്ള നടൻ കൂടിയാണ് ബാബുരാജ്. എന്നാൽ ബാബുരാജ് ജീവനം കൊണ്ട് നിന്ന നിൽപ്പിൽ ഓടിയത് എന്തുകൊണ്ടാണ്? അത് സരിത നായരുടെ ഈ ആരോപണം കൊണ്ടാണോ? അതുമാത്രമല്ല, ആരാണ് സരിത നായർക്ക് പിന്നിലെന്ന് ബാബുരാജിന് മനസ്സിലായതുകൊണ്ടാണ്. സൂപ്പർ താരങ്ങളടക്കം ഈ ആളെ ഉപയോഗിച്ചുകൊണ്ട് സരിത നായരെ രംഗത്തിറക്കിയെന്നാണ് ഇപ്പോൾ ബാബുരാജിനോട് അടുത്ത വൃത്തങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ആ നേതാവ് പറയാതെ അല്ലെങ്കിൽ ആ വ്യക്തി പറയാതെ, സരിതയുടെ മേൽ നിർണായക നിയന്ത്രണമുള്ള വ്യക്തി പറയാതെ ഒരു കാരണവശാലും സരിത നായർ ബാബുരാജിനെതിരെ തിരിയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പലരും നമ്മളോട് പറഞ്ഞത്. ആ വ്യക്തി തന്നെയാണ് പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആരോപണത്തിനും അല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്കെതിരെയുള്ള ആരോപണത്തിനും പിന്നിലും പ്രവർത്തിച്ചതെന്നും അന്ന് കിംവദന്തികളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സരിത നായരെ രംഗത്തിറക്കിയത് ചില്ലറക്കാരല്ല. അവർ കരുത്തരായിരുന്നു. അവർ രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെ കരുത്തരായിരുന്നു. സൂപ്പർ സ്റ്റാറുകൾക്കും അവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ബാബുരാജിനെ ഒതുക്കാൻ അവസാനം ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വന്നു. സാക്ഷാൽ സരിത നായർ രംഗത്ത് വരികയാണ്. അതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് വ്യക്തമായതോടെ ആരും ഒരക്ഷരം മിണ്ടാതെ പിൻവാങ്ങുകയായിരുന്നു.